കരിമ്പനകളുടെ നാട്ടിൽ പാലക്കാടൻ മണ്ണിൽ കൊട്ടിക്കലാശം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി വിനീഷ ചേരുന്നു. വിനീഷയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അവിടേക്ക് പോയിട്ട് ഏതാണ്ട് ഒരു മാസ കാലമാകുന്നു. ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം എങ്ങനെയാണ്? ജനലക്ഷങ്ങളാണ് അവിടെ തടിച്ചുകൂടുന്നത്. ഷമി, എനിക്കിപ്പോൾ മേയർ റഹീം MP കൂടെയുണ്ട്. നമുക്ക് MP-യോട് തന്നെ ചോദിച്ചറിയാം. പാലക്കാട് വന്ന് ഒരു മാസത്തോളമായി നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുന്നു PCR-ൽ നിന്ന്. ഒരു മാസത്തോളം ഇവിടെ നിന്നിട്ട് എന്താണ് ആവേശം? ആ ആവേശം ജനങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ടറിഞ്ഞതാ നിങ്ങളൊക്കെ. എത്രത്തോളമാണ് ആവേശം? പാലക്കാടിന്റെ മനസ്സിലെന്താണ്? പാലക്കാടിന്റെ മനസ്സിൽ ഡോക്ടർ പി സരിനാണ്. ആ ഹൃദയസ്പന്ദനം തൊട്ടറിയാൻ പറ്റുന്നുണ്ട് സ്റ്റെതസ്കോപ്പ്? അതെ, സ്റ്റെതസ്കോപ്പിന് നന്നായിട്ട് ഹൃദയസ്പന്ദനം തൊട്ടറിയാൻ കഴിയുന്നുണ്ട്. അതായത് ആദ്യത്തെ ദിവസം സരിൻ ഇവിടെ വന്നപ്പോഴുള്ള റോഡ് ഷോ, അതാണ് ആ റോഡ് ഷോയിലൂടെയാണ് സരിൻ കളം പിടിച്ചത്. ഇപ്പോഴത്തെ കലാശക്കൊട്ടിലേക്ക് നീളുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ആദ്യം റോഡ് ഷോയിലൂടെ കളം പിടിച്ച സരിന് അവസാന നിമിഷം വരെ ആ ടെമ്പോ പ്രചരണത്തിലുടനീളം നിലനിർത്താൻ കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാടിന് കിട്ടാത്ത പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാലക്കാടിനാണ് കിട്ടിയത്. എല്ലാ മാധ്യമങ്ങളും അപ്പോൾ കുറെ കാരണങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ് നടന്ന മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട്. ട്രോളി വിവാദം, കത്ത് വിവാദം, ട്രോളി വിവാദം, ഏറ്റവും ഒടുവിലായി പണപ്പിരിവ്, ഇതൊക്കെ വന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. തീർച്ചയായിട്ടുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഡോക്ടർ സരിൻ്റെ രംഗപ്രവേശത്തോടെയാണ് രംഗം മാറുന്നത്. ഇപ്പോൾ ഡോക്ടർ സരിൻ്റെ രംഗപ്രവേശനത്തിന് മുമ്പ് പാലക്കാട് മണ്ഡലം ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാടിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മാധ്യമ കവറേജിലേക്ക് പാലക്കാട് ജില്ല മാറിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ സരിനാണ്. പക്ഷേ UDF ക്യാമ്പ് പറയുന്നത് ഫസ്റ്റ് തന്നെ കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് അവരോട് അഡ്വാൻറ്റേജ് എടുക്കുന്നതാണ്. അല്ല, അത് ശരിയാണ്. അവർക്ക് ആ എഡ്ജ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷിച്ചിരുന്നു, എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച എഡ്ജ് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ഡോക്ടർ സരിൻ എന്ന ഏറ്റവും ജെന്യൂനായൊരു കാൻഡിഡേറ്റിന് വെരി ബിഗിനിങ് സ്റ്റേജ് മുതൽ ലഭിച്ച ഏറ്റവും ഗംഭീരമായ അക്സെപ്റ്റൻസ് ആണ്. അത് വളരെ ജെന്യൂനാണ്. സരിന് ഏറ്റവും മികച്ചൊരു കാൻഡിഡേറ്റ് കിട്ടിയ ഏറ്റവും നല്ല അക്സെപ്റ്റൻസ് ആണ്. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസം മണ്ഡലത്തിൽ. പൂർണ്ണമായി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ അവസാന മണിക്കൂറുകളിൽ മുഖ്യമന്ത്രി കൂടി പാലക്കാട് മണ്ഡലത്തിൽ സാധാരണക്കാരുടെ ഒരു ആവേശം അത് ഇരട്ടിയായിട്ടുണ്ട്. വലിയ രീതിയിലായി. മുഖ്യമന്ത്രിയുടെ പ്രവേശനത്തോടു കൂടി രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട വർത്തമാനം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചയിലേക്ക് മാറിയില്ലേ? അതാണ് സഖാവ് പിണറായിയുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മാന്ത്രികത. മുഖ്യമന്ത്രി ഏത് പൊതുയോഗ തീർച്ചയായും സംസാരിച്ചപ്പോഴും